മിഡിൽ ഈസ്റ്റിൽ യുദ്ധഭീതി ഒഴിയുന്നില്ല. 2003 ശേഷമുള്ള ഏറ്റവും വലിയ നാവികസേനാ വിന്യാസവുമായി അമേരിക്ക. മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലും 5000-ലധികം സൈനികരും മിഡിൽ ഈസ്റ്റിലേക്ക്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച താൽക്കാലിക വെടിനിർത്തൽ നീട്ടിയിട്ടും അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപനം ഉടനടിയുള്ള ഒരു യുദ്ധം ഒഴിവാക്കിയെങ്കിലും സാമ്പത്തിക ഉപരോധം, സമുദ്ര സുരക്ഷ, ഇറാന്റെ ആണവ പദ്ധതികൾ എന്നിവയിലെ തർക്കങ്ങൾ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത മങ്ങലേൽപ്പിക്കുന്നു. നിലവിൽ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുന്ന സമാധാന ചർച്ചകളിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ ചാലുകളിലൊന്നായ ഹോർമുസ് കടലിടുക്കാണ് നിലവിലെ പ്രതിസന്ധികളുടെ പ്രധാന കേന്ദ്രബിന്ദു. ആഗോള എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഈ പാത ഇറാൻ താൽക്കാലികമായി അടച്ചത് എണ്ണ വിപണിയെ സാരമായി ബാധിച്ചിരിക്കുന്നു. പിന്നീട് ഇത് തുറന്നെങ്കിലും അമേരിക്ക വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നും ഇറാനുമായി ബന്ധമുള്ള കപ്പൽ പിടിച്ചെടുത്തുവെന്നും ആരോപിച്ച് ടെഹ്റാൻ ഈ പാത വീണ്ടും അടച്ചു. എന്നാൽ ഔദ്യോഗിക സമാധാന കരാർ അംഗീകരിക്കാൻ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായാണ് അമേരിക്കൻ ഉപരോധം തുടരുന്നതെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. എണ്ണ കയറ്റുമതിയിലുണ്ടായ നിയന്ത്രണങ്ങൾ കാരണം ഇറാന് പ്രതിദിനം കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് ഉണ്ടാകുന്നതെന്നും ഇറാൻ നേതാക്കൾ കൃത്യമായ ഒരു നിലപാടിൽ എത്തുന്നതുവരെ ഈ ഉപരോധം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നീക്കം കൂടുതൽ ശക്തമാക്കുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് ആഗോളതലത്തിൽ വലിയ ആശങ്കകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. മറുവശത്ത് അമേരിക്കയുടെ ഈ നീക്കങ്ങളെ ഇറാൻ നേതാക്കൾ ശക്തമായി അപലപിച്ചു. അമേരിക്ക ആഗ്രഹിക്കുന്നത് തങ്ങളുടെ കീഴടങ്ങലാണെന്നും സംഘർഷം തുടർന്നാൽ യുദ്ധക്കളത്തിൽ പുതിയ അടവുകൾ പുറത്തെടുക്കാൻ ഇറാൻ സജ്ജമാണെന്നും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെ പ്രകോപനപരമായ നടപടികളെയും വെടിനിർത്തൽ ലംഘനങ്ങളെയും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി നിശിതമായി വിമർശിച്ചു. പരസ്പര വിശ്വാസവും പ്രതിബദ്ധതകളോടുള്ള ബഹുമാനവുമാണ് അർത്ഥവത്തായ ചർച്ചകൾക്ക് ആവശ്യമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതികരിച്ചു. അതിനിടെ പ്രതിസന്ധി പരിഹരിക്കാൻ പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ ഇസ്ലാമാബാദിൽ പുതിയ സമാധാന ചർച്ചകൾക്ക് കളമൊരുങ്ങുകയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ചർച്ചകളിൽ പങ്കെടുത്തേക്കുമെന്നാണ് സൂചന. എന്നാൽ അമേരിക്കയുടെ അമിതമായ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇറാൻ ഈ ഉച്ചകോടി ബഹിഷ്കരിച്ചേക്കുമെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇസ്ലാമാബാദിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ട ഈ സാഹചര്യത്തിൽ വരും മണിക്കൂറുകൾ മിഡിൽ ഈസ്റ്റിനും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും അതീവ നിർണായകമാണ്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.